കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, കഷ്ടതകളും പാടുകളും നിറഞ്ഞ ഈ ലോകത്ത് ഈ അല്പസമയത്തെ സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ അല്പകാല ജീവിതത്തിന് വേണ്ടി ജനങ്ങൾ എങ്ങനെ ഒരു ആശ്വാസം കണ്ടെത്താമെന്ന് പരക്കം പാഞ്ഞോടുന്ന ഒരു കാലയളവിലാണ് നാം ഇരിക്കുന്നത്. കാരണമെന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ വേദന പോലും അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കുവാൻ നമ്മളെക്കൊണ്ട് സാധിക്കുന്നില്ല, മനസ്സിന് ആ ഒരു ധൈര്യവുമില്ല. അങ്ങനെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് കർത്താവിൻ്റെ വചനം എന്ത് പറയുന്നെന്ന് വെച്ചാൽ, അപ്പം പരക്കം പായുന്നവർ അവർ വെറുതെ ഇരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അവർ അഞ്ജനം നോക്കുന്നവരടുത്ത്, കുറി പറയുന്നിടത്ത്, അല്ലെങ്കിൽ മാന്ത്രികൻ്റെ അടുത്ത്, ഇങ്ങനെ പല വാക്കിലും അവർ ഓടുകയാണ്. അപ്പം അവരുടെ ദൈവം പറയുന്ന ഒരു വാക്കെന്ന് പറഞ്ഞാൽ ആവർത്തന പുസ്തകം 18-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ, നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് എത്തിയ ശേഷം അവിടെ ജാതികളുടെ മ്ലേച്ഛതകൾ നീ പഠിക്കരുത്. തൻ്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശനം ചെയ്യിക്കുവാൻ നവൻ, പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആവിചാരകൻ, ക്ഷുദ്രക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവൻ, അജ്ഞാനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത്. ഈ കാര്യങ്ങൾ ചെയ്യുന്നവനെല്ലാം യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ഇങ്ങനെയുള്ള മ്ലേച്ഛതകൾ നിമിത്തം നിൻ്റെ ദൈവമായ യഹോവ അവരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ്, നിൻ്റെ ദൈവമായ യഹോവയുടെ മുൻപാകെ നീ നിഷ്കളങ്കനായിരിക്കണം. നീ നീക്കിക്കളഞ്ഞവരായിരിക്കുന്ന ജാതികൾ മുഹൂർത്തക്കാരുടെയും പ്രശ്നക്കാരുടെയും വാക്ക് കേട്ട് നടന്ന്, നീയോ അങ്ങനെ ചെയ്യുവാൻ നിൻ്റെ ദൈവമായ യഹോവ അനുവദിച്ചിട്ടില്ല. നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് എന്ന പോലെ ഒരു പ്രവാചകനെ നിൻ്റെ മധ്യേ നിൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും എഴുന്നേൽപ്പിച്ചു തരും. അവൻ്റെ വചനം നിങ്ങൾ കേൾക്കണം എന്ന്. പ്രിയ ദൈവമക്കളെ, ഇവിടെ പറയുകയാണ്, നീ നിൻ്റെ ഇടയിലുള്ള ജാതികൾ ചെയ്യുന്ന മ്ലേച്ഛതകൾ ചെയ്യരുത്. അവനെപ്പോലെ ഈ ക്ഷുദ്രക്കാരെ പിറകെ അല്ലെങ്കിൽ മന്ത്രവാദിയുടെ പിറകെ പോകരുത്. അവരെ ദൈവം നിങ്ങളുടെ മധ്യയിൽ നിന്ന് കളഞ്ഞിരിക്കുന്നത് കൊണ്ട് നിർബന്ധമായിട്ടും അവർക്ക് ദൈവസന്നിധിയിൽ പോകുവാൻ സാധിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ളവരെ പിൻപറ്റി പോകുന്നവനും നിർബന്ധമായിട്ടും ദൈവരാജ്യത്തിൽ ചെന്ന് പ്രവേശിക്കുവാൻ സാധ്യതയില്ല. അപ്പോൾ ദൈവവചനം ഇവിടെ പറയുന്നത് എന്ന് വെച്ചാൽ, ദൈവം നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ എഴുപ്പിക്കും, നിങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടി. അപ്പോൾ നിങ്ങളെ നടത്താൻ വേണ്ടി ഒരു പ്രവാചകനെ നിങ്ങളെ ഇടയിൽ നിന്ന് നടത്തിത്തരുമെന്ന്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇന്ന് കള്ളപ്രവചനവും ഇന്ന് യേശുവിൻ്റെ നാമവും പറഞ്ഞ് കള്ളപ്രവചനം പറഞ്ഞ് നടക്കുന്നവരുമുണ്ട്. അപ്പോൾ ഒരു ദൈവത്തിൻ്റെ പ്രവാചകനാണ്, ദൈവത്തിൻ്റെ വായിൽ നിന്നുള്ള വാക്കാണ് ഇവരിൽ നിന്ന് വരുന്നത് എന്ന് നാം എങ്ങനെ തിരിച്ചറിയണം എന്ന് വെച്ചാൽ, അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അത് നമുക്ക് ആശ്വാസം പകരുന്നതായും അതുമല്ല ദൈവവചനത്തിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുമായിരിക്കും. അങ്ങനെ ഒരു വാക്ക് നമ്മുടെ നേരെ വന്നാൽ നാം അത് വിശ്വസിക്കണം. ചുമ്മാ വെറുതെ ഈ അഴിഞ്ഞു പോകുന്ന സ്വത്തുകളിൽ കുറേ കിട്ടുമെന്ന് പറയുന്നത് ഒരു പ്രവചനമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് അല്ല, ദൈവം തന്ന നമ്മുടെ ആത്മാവ് അഴിയാതെ ദൈവസന്നിധിയിൽ ചെന്ന് എത്തുന്നതാണ് ദൈവം നമുക്ക് തരേണ്ട ഒരു പ്രവചനം. അതോടുകൂടെ അവൻ ഈ ലോകത്ത് ജീവിക്കേണ്ട വഴികളും തുറന്നു തരും. പ്രിയ ദൈവമക്കളെ, എൻ്റെ ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് കർത്താവ് തന്ന 2 പ്രവചനങ്ങളുടെ മധ്യയിലാണ് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു 33 വർഷത്തിന് മുമ്പ് കർത്താവ് എന്നോട് പറഞ്ഞ ഒരു കാര്യം, നിനക്ക് ജീവിതത്തിൽ ഒരു പ്രവാചകൻ മുഖാന്തരം എന്നോട് സംസാരിച്ചതാണ്. ഞാനന്ന് വളരെ കണ്ണുനീരിലും കഷ്ടതയിലും ഇരുന്നപ്പോൾ എന്നോട് സംസാരിച്ച ഒരു വാക്കാണ്, നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കുവാൻ പോലും പറ്റാത്ത ഒരു കഷ്ടം കടന്നു വരും. അപ്പോൾ നീ എൻ്റെ പാദപടികളെ നീങ്ങാതെ
എൻ്റെ ഭാഗത്ത് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്നെ നടത്താം എന്ന്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഏത് കഷ്ടവസ്ഥയിലും അത് എന്നോടുള്ള പ്രവചനമായാലും നിങ്ങളോടുള്ള ഇന്നത്തെ പ്രവചനം അതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരും. ആ കഷ്ടതയിൽ യഹോവയുടെ നാമം തുച്ഛീകരിക്കുവാനോ യഹോവയുടെ വഴിയെ വിട്ട് വിലകുകയോ ചെയ്യാതെ അവൻ്റെ വഴിയിൽ തന്നെ ജീവിച്ചു പോകുമ്പോൾ അതിൽ നിന്ന് കർത്താവ് നമ്മെ നടത്തുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതേപോലെ തന്നെ 23 വർഷത്തിന് മുമ്പ് എൻ്റെ നേരെ വന്ന ഒരു പ്രവചനം, നിനക്ക് ഒരു സമയം വരും, അന്ന് നിൻ്റെ ഭർത്താവോ മക്കളോ നിന്നെ അന്വേഷിക്കാനുള്ള സാഹചര്യം കിട്ടത്തില്ല. പക്ഷേ ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോഷിപ്പിച്ചതുപോലെ കർത്താവ് നിന്നെ കാക്കകളെ കൊണ്ട് പോഷിപ്പിക്കുമെന്ന്. ആ ഒരു പ്രവചന പ്രകാരം ഇന്ന് ഈ 3.5 വർഷം കൊണ്ട് കർത്താവ് എന്നെ എനിക്ക് കാക്കകളയച്ച് എന്നെ പോറ്റുന്ന ആ ഒരു വിധത്തെ ഓർക്കുമ്പോൾ കർത്താവിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് നടന്നില്ല എന്ന് എനിക്കറിയാം. കാര്യമെന്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്തിരി കാര്യങ്ങൾ അത് ഞാൻ നിങ്ങളോട് പറയണമെന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലും ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് നടന്ന ആഗ്രഹങ്ങളുമുണ്ട്, നടക്കാതെ പോയതുമുണ്ട്. വർഷങ്ങൾ പ്രാർത്ഥിച്ച് 10-25 വർഷം പ്രാർത്ഥിച്ചതിന് ശേഷം നടന്ന കാര്യങ്ങളുമുണ്ട്, 28 വർഷം പ്രാർത്ഥിച്ചതിന് ശേഷം നടന്ന കാര്യമുണ്ട്. പക്ഷേ ഇന്നും ഞാൻ വർഷങ്ങളോളം 10-25 വർഷമായിട്ടും പ്രാർത്ഥിച്ചത് നടക്കാതെ ഇരിക്കുന്ന കാര്യങ്ങളുമുണ്ട്. എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ജീവിതത്തിൽ ഇനി നടക്കുമോ എന്ന് എനിക്കറിയത്തില്ല. അത് നടക്കുമെന്ന് ഏതൊരു പ്രത്യാശയും എനിക്കില്ല. പക്ഷേ എനിക്കൊന്നറിയാം, എനിക്ക് തന്ന വാഗ്ദത്ത പ്രകാരം കർത്താവ് എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഉണ്മാനും ഉടുപ്പാനും തരുന്നു. എനിക്ക് രോഗം വരുമ്പോൾ എനിക്ക് ദൈവം സുഖം തരുന്നു. അങ്ങയുടെ പാദത്തിനെ വിട്ട് മാറാതിരിക്കാനുള്ള ഒരു കൃപ നൽകുന്നു. അതിനപ്പുറം വേറെ ഒന്നും എനിക്ക് വേണ്ട എന്ന് ഞാൻ ഇന്ന് ഈ ലോകത്ത് തീരുമാനിച്ചിരിക്കുന്നു. പ്രിയ ദൈവ പൈതലെ, ഈ ലോകത്തിലുള്ള അല്പസുഖം, അല്പ ദിവസത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു നിത്യതയെ നാം നഷ്ടമാക്കി കളയരുത്. ഇപ്പോഴും നാം വായിച്ചു കേട്ട ആ ആവർത്തനത്തിൻ്റെ പുസ്തകം 9-15 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, നീ ആരെടുത്തൊക്കെ ഒരു ദൈവന്മാരുടെ അടുത്തേക്ക് നീ ഓടിപ്പോകരുത്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ പ്രവാചകനെ എഴുപ്പിച്ച് തരുമെന്ന്. അപ്പം പ്രവാചകന്മാരും ഇന്ന് കള്ളപ്രവചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന് അടയാളം കാണുവാൻ ദൈവം നമുക്ക് തിരുവചനം തന്നിട്ടുണ്ട്. ആ വചനം നമ്മൾ വായിച്ചറിയുകയാണെങ്കിൽ അത് നമുക്ക് നേരായിട്ടൊരു കള്ളപ്രവചനം വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. കർത്താവ് ഒരിക്കലും അത് പറയത്തില്ല എന്ന്. കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇതിനേക്കാളും ഒരു വലിയ പ്രവചനം ഈ ലോകത്ത് നമുക്ക് കിട്ടുവാനില്ല. പ്രിയ ദൈവമക്കളെ, ആ ഒരു പ്രവാചകനെ തിരിച്ചറിയുവാൻ നമുക്ക് മനസ്സിലാക്കണം. ആ ഒരു പ്രവാചകൻ നമ്മളോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ലോകത്തിൽ നിങ്ങളെ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ലോക അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാം. ലോക അവസാനത്തോളം എന്ന് പറയുമ്പോൾ ഒന്ന് ഈ ലോകത്തിൻ്റെ അവസാനമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മരണമായിരിക്കാം. മരണപര്യന്തം നടത്താം, നരയ്ക്കുവോളം ചുമക്കാം എന്ന് വാക്ക് പറഞ്ഞ കർത്താവ് ഒരിക്കലെങ്കിലും നമ്മെ വിട്ട് വിലകുമോ? ഒരിക്കലും വിലകയില്ല. അപ്പം നമുക്കൊരു നല്ലൊരു പ്രവാചകനുണ്ടെങ്കിൽ അത് യേശു മാത്രമാണ്. യേശുവിൻ്റെ പ്രവചനം നാം അറിയുകയാണെങ്കിൽ നാം ബൈബിൾ വായിക്കണം. അപ്പോൾ കർത്താവ് എന്തൊക്കെ നമുക്ക് വേണ്ടി പ്രവചനങ്ങൾ വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകും. ആ വചനങ്ങളെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ച് നാം മുമ്പോട്ട് പോകുമ്പോൾ നിർബന്ധമായും നമ്മുടെ ജീവിതത്തിലൊരു മാറ്റമുണ്ടാകും. അതേപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, സ്ത്രീ അവനോട്, യജമാനനെ, നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു എന്ന്. അപ്പം സ്ത്രീ യേശുവിനോട് പറഞ്ഞൊരു വാക്കാണ് ഇത്. സമേരിയ സ്ത്രീ അവനോട്, യജമാനനെ, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇതേപോലെ ഒരു ആശ്വാസം പകരുന്ന ഒരു പ്രവാചകൻ നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ അയാളുടെ വാക്ക് നമുക്ക് കേൾക്കാം. അല്ലാതെ ഈ പറഞ്ഞതുപോലെ അതും ഇതും ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്ന പ്രവാചകന്മാരുടെ പിറകെ നിന്ന് ഓടുന്നതോ അല്ലെങ്കിൽ ശുദ്രക്കാരുടെ പിറകെ നിന്ന് ഓടുന്നതോ ഒരിക്കലും ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ഒരിക്കലും അത് ദൈവം ക്ഷമിക്കുകയുമില്ല. നമ്മെ ഒരിക്കലും അത് സ്വർഗരാജ്യത്തിന് നേരായിട്ട് നടത്തുകയുമില്ല.
പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, ഞങ്ങൾ ഈ ലോകത്തിൽ കർത്താവെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നേരത്തെ കഷ്ടത പോലും ഞങ്ങൾക്ക് സഹിക്കുവാനാവാത്ത ഒരു കഷ്ടതകളിൽ കൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നതപ്പ. അപ്പോഴെല്ലാം കർത്താവെ, അങ്ങയുടെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങയുടെ പ്രവാചനങ്ങളെ ഞങ്ങൾ മുറുകെ പിടിച്ച് പ്രവാചകനായ അങ്ങയെ മാത്രം വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ അപ്പം. അങ്ങല്ലാതെ ഒരു പ്രവാചകൻ ഈ ലോകത്ത് ഇല്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുവാനും അങ്ങയുടെ ആശ്വാസമായ വാക്കുകൾ കേട്ട് ഈ ലോക ജീവിതം ഹല്ലേലൂയ ജയമായി ഓടിത്തീർപ്പാൻ എൻ്റെ ദൈവം ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.